ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടർച്ചയായ 2 പരാജയങ്ങൾക്ക് ശേഷം കാനഡയ്ക്കെതിരെ വിജയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. വീണ്ടും ഒരു ലോ സ്കോറിംഗ് മത്സരം. 107 റൺസിൻ്റെ വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 33 റൺസെടുത്ത ബാബർ ആസം 53 റൺസെടുത്ത മുഹമ്മദ് റിസ്വാനുമാണ് വിജയത്തിന് അടിത്തറ പാകിയത്. കനേഡിയൻ ബാറ്റിംഗ് നിരയിൽ ആരോൺ ജോൺസ് മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു. താരത്തിൻ്റെ 52 റൺസാണ് അവർക്ക് ഒരു പൊരുതാവുന്ന ടോട്ടൽ നേടിക്കൊടുത്തത്. ആദ്യ കളിയിൽ അമേരിക്കയുടെ സൂപ്പർ ഓവറിൽ തോറ്റ പാകിസ്ഥാൻ 2ാം മത്സരത്തിൽ ഇന്ത്യയോട് അടിയറവ് പറഞ്ഞിരുന്നു. 3 മത്സരത്തിൽ ഒരെണ്ണം മാത്രമാണ് പാകിസ്ഥാന് വിജയിക്കാനായത്. നെറ്റ് റൺ റേറ്റ് +0.191 ആണ്. 2 പോയിന്റുമായി 3ാം സ്ഥാനത്താണ് ഇപ്പോൾ പാകിസ്ഥാൻ. എന്നാൽ കളിച്ച 2 മത്സരങ്ങളും ജയിച്ച അമേരിക്ക അവരുടെ നെറ്റ് റൺ റേറ്റ് +0.626 ആണ്. 4 പോയിന്റുമായി 2ാം സ്ഥാനത്താണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. പാകിസ്ഥാന് സൂപ്പർ 8 യോഗ്യത നേടണമെങ്കിൽ അമേരിക്ക ഇനിയുള്ള 2 മത്സരങ്ങളും തോൽക്കണം. അമേരിക്കയുടെ അടുത്ത 2 മത്സരങ്ങൾ 1 ഇന്ത്യയും 2 അയർലൻഡുമായിട്ടാണ്. ഇതിലൊന്നിൽ വിജയിച്ചാൽ അവർ സൂപ്പർ 8ലേക്ക് യോഗ്യത നേടും. അമേരിക്ക ആ 2 മത്സരങ്ങളും തോറ്റാൽ പാകിസ്ഥാന് അയർലൻഡ് മത്സരത്തിൽ മികച്ച മാർജിനിൽ ജയിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കാനഡയ്ക്കെതിരെയുള്ള പാകിസ്ഥാൻ്റെ വിജയം ടൂർണമെൻറ്റിലെ പേപ്പറിൽ കരുത്തരായിരുന്ന പാകിസ്ഥാന് ഒരു പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയെന്ന് മാത്രം. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.